അടിച്ചിട്ട് ഹലോ ഓൾ, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ പെരുന്നാൾ ആഘോഷമൊക്കെ? അറിയാം, ഇറ്റ്സ് ബിറ്റ് ടു ലേറ്റ്. എന്നാലും ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ വലിയ പെരുന്നാൾ ആഘോഷം. വലിയ പെരുന്നാളാണോ ബലിപ്പെരുന്നാളാണോ? ഇത് രണ്ടും പറയൂട്ടോ. എന്തായാലും പെരുന്നാളായിട്ട് രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഒന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ടാവാൻ ബാക്കിയെന്ന് കരുതി. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബലിപ്പെരുന്നാളാണോ വലിയ പെരുന്നാളാണോ? ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 30 ദിവസം നോമ്പെടുത്തിട്ട് വരുന്ന പെരുന്നാൾ, അതിന് നമ്മൾ ചെറിയ പെരുന്നാൾ എന്ന് പറയലുണ്ട്. അതിനിപ്പോൾ ഞങ്ങളുടെ ഇവിടെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടായിരിക്കാം മേ ബി ഇതിനെ വലിയ പെരുന്നാളെന്നും കൂടി പറയുന്നത്. പിന്നെ ഇത് ബലിപ്പെരുന്നാളാണ്, കാരണം സ്വന്തം മകനെ ബലി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉപ്പയ്ക്ക് മുന്നിൽ ഒരു മൃഗത്തെ അതിന് പകരം ബലി കൊടുത്താൽ മതി എന്ന് പഠിച്ചാൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നതും അന്നത്തെ ദിവസം മൃഗങ്ങളെ ഇറക്കുന്നതൊക്കെ ചെയ്യുന്നത്. വലിയ വലിയ കഥകളും ചരിത്രങ്ങളും ഒന്നും പറയണതല്ല. ആക്ച്വലി ഇത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം. ആദ്യം തന്നെ പിതാശ്രീക്ക് ഒപ്പ് വെച്ച ശേഷം പിന്നെയുള്ള തെരച്ചിൽ പോരാളിക്ക് വേണ്ടിയിട്ടായിരുന്നു. നോർമലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പെരുന്നാളും അവിടുക്കാൻ്റെ വീട്ടിൽ കൂടും. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കുമാണ് എൻ്റെ വീട്ടിലേക്ക് വരിക. പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫുൾ പെരുന്നാൾ ഇവിടെയാണ്. അതുകൊണ്ട് ഒരുപാട് പെരുന്നാളുകൾക്ക് ശേഷം അവരുടെ ഒപ്പം തന്നെ കാപ്പി കുടിക്കാനും അവരെ പള്ളിയിലേക്ക് അയക്കാനും ഒക്കെ പറ്റി. പിന്നെയുള്ള അടുത്ത പരിപാടി പായസം ഉണ്ടാക്കാനാണ് നോക്കിയിരുന്നത്. സിമ്പിളായിട്ട് ഒരു സേമിയ പായസം. ഈ പായസം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെയോ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റിൽ ഞാൻ ചെന്നപ്പോൾ ഇത് കലത്തിലായിരുന്നു, പിന്നെ ചെന്നപ്പോൾ ഇത് ഉരുളിയിലാണ്, ഇപ്പോൾ വീണ്ടും കലത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. എന്തായാലും പായസം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയാമെന്ന്. അല്ല, കാര്യമായിട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ പോരാളിയാവോ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കുക്ക്. അതുമല്ല, ഞങ്ങൾ കുറച്ച് മധുരപ്രിയരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ പിന്നെ നെയ്ച്ചോറ് ഞാൻ വെക്കാമെന്ന് പറഞ്ഞ് സേജുവിനെ ഏൽപ്പിച്ച് ടൂൾസൊക്കെ ആയിട്ട് ഞാൻ തന്നെ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഈസി അല്ലേ? കുറച്ച് നെയ്യ് ഒഴിക്കുക, അതിലേക്ക് ആവശ്യത്തിന് സ്പൈസസ്. ഞാൻ കുറച്ച് ക്യാരറ്റും അതേപോലെ സവോളയും കൂടി ഇടും. അത് വഴണ്ടി വരുമ്പോൾ അരി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിള വന്നു കഴിയുമ്പോൾ ഉപ്പും നാരങ്ങാ നീരും കുറച്ച് പൈനാപ്പിൾ എസൻസും ഒഴിച്ചിട്ട് അതിലേക്ക് അരിയിട്ട് മൂടി വയ്ക്കുക. പിന്നെ കുറച്ച് സവോളയും കിസ്മിസും നട്ട്സൊക്കെ കൂടിയിട്ട് നമ്മൾ നെയ്യിൽ വറുത്ത് വരെടുക്കുക. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ നെയ്ച്ചോറിൻ്റെ പരിപാടി. സോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കെത്തി. ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്, അവിടുത്തെ പെരുന്നാൾ കൂടിയിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഇവിടേക്ക് എത്തി. പിന്നെ നല്ല ഭേഷായിട്ട് ഫുഡൊക്കെ അടിച്ച്. അപ്പോൾ വലിയ പെരുന്നാളായിട്ട് നമുക്ക് ഇറച്ചിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അടുത്ത പണി വന്നിട്ടുണ്ട്. എനിക്കല്ല കേട്ടോ, ഉമ്മച്ചിക്കുള്ള പണിയാണ്. വൈകിട്ടൊന്ന് വെയിലറിയപ്പോഴത്തേക്കും എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെങ്കിലോ എന്ന് കരുതി. എവിടേക്കും പോകുന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മുറ്റത്ത് തന്നെ എന്തെങ്കിലും ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് നമുക്ക് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു ബഹളമൊക്കെ കേൾക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. വി ആർ സോ ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് അയൽക്കാർ. അവരെല്ലാവരും കൂടി പുറത്തിറങ്ങിയിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്ന. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു വെഡിങ് ആനിവേഴ്സറി വന്നാലോ ഇവിടെ എല്ലാവരും കൂടി കൂടിയിട്ട് ആ കേക്ക് കട്ട് ചെയ്യുക, അവിടുന്ന് ഒരുമിച്ച് ഫുഡും അങ്ങനെ ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും താഴത്തോട്ട് ഇറങ്ങിപ്പോയി. ശരിക്കും നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ നമ്മളെ ചവിട്ടി.
എനിഹോ അവർക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. സോ എ വെൽ സ്പെൻഡ് ഈദ് ഡേ ആയിരുന്നു. പിന്നിപ്പോൾ എന്താ എന്നാ ഓക്കെ.